RBL പ്ലസിൻ്റെ ഒരു സബ്വൂഫർ ഫിൽറ്റർ ബോർഡാണ് ഈ കാണുന്നത്. അതായത് വളരെ ചെറുതാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു വിരലിൻ്റെ ഈ ഒരു തരം വലുപ്പമാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. വളരെ നൈസാണ്. അതായത് ഒരു 2 ഇഞ്ച് വിത്ത് 1.5 ഇഞ്ച് അത്ര പറയാം, അതായത് ഇതിൻ്റെ ഡയമെൻഷൻ വരുന്നത്. അപ്പോൾ സ്പേസ് വളരെ കുറഞ്ഞ് കൊള്ളിക്കാൻ പറ്റിയ നല്ലൊരു കുഞ്ഞൻ സബ്വൂഫർ ഫിൽറ്റർ ആയിട്ടാണ് കാണുന്നത് RBL പ്ലസിൻ്റെ. അപ്പോൾ അത് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ, അതായത് ക്ലാസ് D ബോർഡ്, അതുപോലെ തന്നെ ഒരു 6 ട്രാൻസിസ്റ്റർ മോണോ പരിചയപ്പെടുത്തുന്ന വീഡിയോയിൽ ഞാൻ എൻ്റെ റിവ്യൂസ് ഇട്ടിരുന്നു. അതായത് ഈ സബ്വൂഫർ ഫിൽറ്റർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഈ ക്ലാസ് D വെച്ച് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഒരു ഔട്ട്പുട്ട്, ഒരു പവർ സപ്ലൈ, ഒരു ഇൻപുട്ട്. നിങ്ങൾക്ക് ഈ രീതിയിലും കണക്ട് ചെയ്യാം, ഇവിടെ സോൾഡർ ചെയ്തിട്ടും കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ +0 മൈനസ് എന്ന് പറയുന്നത് നമുക്ക് 30 വോൾട്ട്, അതായത് 27 വോൾട്ടിൻ്റെ ഡുവൽ സപ്ലൈ ആയിട്ടുള്ള 30-35 വോൾട്ട് അതൊക്കെ ഡയറക്റ്റ് കൊടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് 50 വോൾട്ടിൻ്റെ മറ്റതൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും, അത് നോക്കിയിട്ട് കൊടുത്താൽ മതി. ഈ കാണുന്ന ഈ പ്രീസെറ്റ് ഗെയിൻ ആണ്, ഇവിടെ കാണുന്നത് ഫ്രീക്വൻസിയാണ്. ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയാലൊക്കെ നമ്മൾ ഈ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി കുറേ പറയണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്രീക്വൻസി നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ ബോക്സിൽ നിന്ന് ഈ സബ്വൂഫറിലേക്കുള്ള ക്രോസിങ് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ക്ലാസ് D ഉപയോഗിച്ചിട്ട് ഈ ബോർഡും ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ്, അതായത് കോൺടാക്റ്റ്, എങ്ങനെ വാങ്ങാം, വാട്സപ്പ്, കൊറിയർ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അവർ കൊറിയറായിട്ട് അയച്ചു തരും. അപ്പോൾ ബോർഡ് ഞാനിവിടെ കണക്ട് ചെയ്തു. നമ്മളതിൻ്റെ RBL പ്ലസിൻ്റെ തന്നെ ക്ലാസ് D ബോർഡിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കണക്റ്റഡ് ആണ്, ഓണാണ്. ഓക്കെ, അപ്പോൾ ഒരു NCS മ്യൂസിക് ഇടാം. മൊത്തത്തിലാണ് സ്പീക്കേഴ്സ് അടക്കം കണക്ട് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലീനാണ്. ഗെയിനാണ് ഇത്, ഫ്രീക്വൻസിയാണ് ലോ. വാ, ഡ്രോപ്പ് ഉണ്ടോ? അത്യാവശ്യം നല്ലൊരു ബീറ്റാണ് കിട്ടുന്നത് അല്ലേ. അതായത് ഒരു ബും അല്ല വരുന്നത്. അത് പല അവരുടെ റിവ്യൂസിലൊക്കെ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായി. അപ്പോൾ ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കൂടുതലായിട്ട് ആ ഒരു ബും ബേസാണല്ലോ വരിക. അപ്പോൾ അത് നല്ലൊരു നീറ്റ്, നല്ലൊരു ടൈറ്റ് ബേസ്, നമുക്ക് ലോ എക്സ്പീരിയൻസും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു ബേസ് സോങ് കൂടി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. വളരെ നൈസ് വോളിയം ആയിട്ടുള്ളേ. ഓക്കെ, ഒരു കാൽ ഭാഗം. മതി. Once it's in your mind, it's infectious. So fight for your life and reject it. You better give me space, I'm protective. My adrenaline spikes when I'm threatened. And if you stay in my way, I'm aggressive. Cause when there's no legs, it'll kill when I'm desperate. അടിപൊളിയാണ്, നല്ല എഫക്റ്റാണ്. ക്ലാസ് D ബോർഡ് ഈ ബോർഡ് വാങ്ങുന്നവർ ഇതിൻ്റെ കൂടെ ഇത് എടുക്കുകയാണെങ്കിൽ, സബിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ബെസ്റ്റാണ്. അതേപോലെ തന്നെ അവരുടെ 6 ട്രാൻസിസ്റ്റർ ഒരു മോണോ ആമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അതിനേക്കും വളരെ സൂട്ടബിളാണ് ഈ ഫിൽറ്റർ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളവരുടെ റിവ്യൂസൊക്കെയാണ് ഞാൻ മുമ്പ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ റിവ്യൂസൊക്കെ കറക്റ്റാണോ എന്നുള്ളത് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു വിധം ഓക്കെ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.